ഹായ് 4.25 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ഒരു വീട് നിർമ്മിക്കാൻ എത്ര കോസ്റ്റ് വരുമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീഫ് അനുരാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നമുക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാലക ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീട്ടിലേക്ക് എടുക്കും. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഈ വീടിന്റെ ഫൗണ്ടേഷന് എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ്. 3,70,70,000 രൂപയാണ് ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തതായിട്ട് ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സൺഷെയ്ഡ്, അതുപോലെ റൂഫ് സ്ലാബ് വരെയുള്ള കോസ്റ്റ് 7,89,000 രൂപയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ടൈല്, പെയിന്റിങ്, പ്ലാസ്റ്ററിംഗ് ഒക്കെ ആയിട്ട് 5,94,000 രൂപയും വരുന്നുണ്ട്. പിന്നീട് വരുന്ന ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഡോർസ് ആൻഡ് വിൻഡോസ് 4,51,000. അപ്പോൾ അങ്ങനെ ആകെ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് 22,69,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കാം. അതോടൊപ്പം തന്നെ ഓരോ ഘട്ടങ്ങളിലും എത്രയാണ് ചെലവ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ ഫൗണ്ടേഷന്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യമായിട്ട് എർത്ത് വർക്ക് 14,000 രൂപ വരുന്നുണ്ട്. അതിന് മുകളിൽ വരുന്ന കരിങ്കല്ലിന്റെ വർക്ക് 1,39,000 രൂപയും വരുന്നുണ്ട്. പിന്നീട് ബെൽറ്റ് 79,000. അതിൽ തറയിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുന്നതിനായിട്ട് ഒരു 70,000 രൂപയോളം. PCC കോൺക്രീറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു 66,000 രൂപയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 3,70,70,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തതായിട്ട് അതിന്റെ ബ്രിക്ക് വർക്ക് 3,37,000 രൂപ. അത് സിമെന്റ് ബ്ലോക്ക് വെച്ചിട്ടുള്ള റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ലിൻഡൽ, സൺഷെയ്ഡ് 1,30,000 രൂപ വരുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ വരുന്ന റൂഫ് സ്ലാബ് 3,30,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ 11,68,000 രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ട്. അത് പിന്നീട് അതിന്റെ മുകളിൽ നമുക്ക് പ്ലാസ്റ്ററിങ് 2,25,000, പെയിന്റിങ് 1,72,000, ടൈല് 1,95,000 രൂപ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് 2,50,000 രൂപ വരുന്നുണ്ട്. ഡോർസ് ആൻഡ് വിൻഡോസ് 2,56,000 രൂപയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും അല്ല പറയുന്നത്. നമ്മൾ അതിൻ്റെ ഒരു BOQ ഒക്കെ ഇട്ടതിന് ശേഷമാണ് ആ ഒരു പ്രൊജക്റ്റിന്, ആ ഒരു വീടിന്റെ ടോട്ടൽ കോസ്റ്റ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് പറയുന്നത്. അതിനുശേഷമാണ് നമുക്ക് അതിൻ്റെ ഒരു ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളൊരു റേറ്റ് കിട്ടും. അതാണ് നമ്മൾ സാധാരണഗതിയിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത്. പല ആൾക്കാരും വീടിന്റെ പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ ഒരു ഫിക്സഡ് റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് വർക്ക് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ വീട് പണിത് കഴിയുന്ന സമയത്ത് ക്ലയന്റും കോൺട്രാക്ടറും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യാറില്ല. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ പ്ലാൻ, അതിനാവശ്യമായിട്ടുള്ള ഡ്രോയിങ്ങുകൾ 3D ആണെങ്കിൽ 3D, ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത്. BOQ എന്ന് പറയും. അത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് ഈ ഒരു വീട് കൺസ്ട്രക്ഷൻ, ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് ഇത്ര രൂപയാവും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 1,871 രൂപയാണ് per സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 1,100 സ്ക്വയർ ഫീറ്റിൽ താഴെ ഏരിയ വരുന്ന വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് per സ്ക്വയർ ഫീറ്റ് 2,000 മുകളിലേക്ക് പോവുകയാണ്. 2,100 അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് 1,871 രൂപയാണ് per സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാൻ, അതുപോലെ 3D പ്ലാൻ കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. അടുത്തായിട്ട് ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്റ്റെയർ റൂം കാണാവുന്നതാണ്. ഇവിടെ ആയിട്ട് കിച്ചൺ. ഇതാദ്യത്തെ ബെഡ്റൂം ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. 350-390 സെന്റിമീറ്റർ എന്നാണ് പോർച്ചിന്റെ അളവ്. ഇവിടെ ആയിട്ട് സെറ്റ് ഔട്ട് 310-130 സെന്റിമീറ്റർ എന്നാണ് സെറ്റ് ഔട്ടിന്റെ അളവ്. അടുത്തായിട്ട് ലിവിംഗ് ഏരിയ 310-250 സെന്റിമീറ്റർ. ഡൈനിങ് 520-320 സെന്റിമീറ്റർ. ഇവിടെ ആയിട്ട് കിച്ചൺ വരുന്നുണ്ട്. ഇതാദ്യത്തെ ബെഡ്റൂം ആണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. 360-410 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നമുക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാലൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.